മുകളിൽ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് ചൂട്? മൈക്ക് ചൂട് ചെറിയൊരു ക്ഷീണമുണ്ടോ? ക്ഷീണം നന്നായിട്ടുണ്ട്. നമ്മൾ വെളുപ്പിനെ തുടങ്ങുന്നതല്ലേ, സ്വാഭാവികമായിട്ടും ചൂട് ഉണ്ടാകുന്നത് നമ്മൾക്ക് ചെയ്യാവുന്നതിൻ്റെ നമ്മൾ എക്സോസ്റ്റഡ് ആയി പോകും. ഒരു വലിയ പിന്തുണ ഉണ്ടല്ലോ നമ്മൾക്ക് കിട്ടുന്ന ഒരു ആവേശം എന്ന് പറയുന്നത്. ചെല്ലുന്ന സ്ഥലത്ത് ജനങ്ങളുടെ ഒരു റിയാക്ഷനും റെസ്പോൺസും എല്ലാം റെസ്പോൺസും കാണുമ്പോൾ നമുക്ക് കൂടുതൽ ആവേശം. എനിക്കത് ഈ അന്തരീക്ഷത്തിന്റെ ചൂടിനെ ജനങ്ങളുടെ ആവേശം കൊണ്ട് തണുപ്പിക്കുന്നു. ഒരു 25-30 പരിപാടികൾ ഒരു ദിവസം പങ്കെടുക്കുന്നുണ്ടാവും അല്ലേ? ഇത് നമ്മളുടെ വാഹന പര്യടനമല്ലേ. വാഹന പര്യടനം കുറെ പോയിന്റുകളിൽ സ്വീകരണമുണ്ട്. 100-ലധികം സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ പോയിന്റുകൾ. 4 റൗണ്ട് പൂർത്തിയായി അല്ലേ? 4 റൗണ്ട് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇപ്പൊ വാഹന പര്യടനം ഇപ്പൊ ഇന്നത്തോടു കൂടി കൊച്ചിയിലെ പൂർണ്ണമായിട്ടും വാഹന പര്യടനത്തിലൂടെ കൊച്ചിയിലെ 2 ബ്ലോക്കും പൂർണ്ണമാവും. തീരദേശ മേഖലയായ ചെല്ലാനവും കണ്ണമാലിയൊക്കെ ഓൾറെഡി നമ്മൾ കവർ ചെയ്തതാണ്. എന്താണ് ഒരു പൊതുവെ ഒരു ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രതികരണം? ഒരു വലിയ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ തോതിലുള്ള ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കാണ്. ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മളിപ്പോൾ ഇലക്ഷനിൽ ഇപ്പോൾ 4ാമത്തെ ഇലക്ഷനിൽ നമുക്ക് കിട്ടുന്നത് ജനങ്ങളുടെ ഫീഡ്ബാക്കാണ്. ആ ഫീഡ്ബാക്ക് പോസിറ്റീവ് ആണെന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കി. 2019 വരുമ്പോൾ ഒരു വലിയൊരു ആവേശം ഉണ്ടായിരുന്നല്ലോ. രാഹുൽ ഗാന്ധി വലിയൊരു ആവേശം. ഇന്നിപ്പോൾ നരേന്ദ്രമോദി അടക്കം ഈ കേരളത്തിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് 2 ഇടങ്ങളിലാണ് നരേന്ദ്രമോദി വന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് കുന്നംകുളത്താണ്, ഒന്ന് ആറ്റിങ്ങലിലാണ്. രാഹുൽ ഗാന്ധിയും ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ 2019 നിന്ന് വ്യത്യസ്തമായി കേരളം ഒരു വലിയ പൊളിറ്റിക്കൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വലിയ മത്സരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്തവണ കഴിഞ്ഞ തവണത്തെ ഒരു തരംഗത്തിൻ്റെ ഒരു സാന്നിധ്യം ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യം. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ എല്ലാ സർവേ ഫലങ്ങളും മറികടന്നാണ് നമ്മൾക്ക് വലിയ വിജയമുണ്ടായത്. അപ്പോൾ ജനങ്ങൾ എന്താണ്, ജനങ്ങളുടെ മാൻഡേറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിൽ അവർ വലിയ തോതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഭരണവിരുദ്ധ വികാരം പ്രകടിപ്പിക്കാൻ സ്റ്റേറ്റ് തലത്തിലെല്ലാം അവർ തീരുമാനിച്ചിരിക്കുകയാണ്. അത് സ്വാഭാവികമായും പ്രതിഫലിക്കും. അത് നമ്മൾക്ക് ഒരിക്കലും ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അവരെന്താണ് ചിന്തിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു സിറ്റിംഗ് MP എന്നുള്ള രീതിയിൽ എന്നെ വിലയിരുത്തും, ദേശീയ രാഷ്ട്രീയം വിലയിരുത്തും. അപ്പോൾ ഇതെല്ലാം വിലയിരുത്തുമ്പോൾ അവരുമായി സംസാരിക്കുന്ന, അവരുമായി ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് വലിയ ശുഭാപ്തി വിശ്വാസമുണ്ട്. അതായത് നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്ത് എന്നതായിരിക്കുമോ പ്രഥമ പരിഗണന, അതോ സംസ്ഥാന സർക്കാരിനോടുള്ള ഒരു ഭരണവിരുദ്ധ വികാരമായി? അല്ല, കേരളത്തിൻ്റെ ഫോമാറ്റ് വ്യത്യസ്തമാണ്. 2 കാര്യങ്ങളും വിലയിരുത്തപ്പെടും. കാരണം 8 വർഷമായി ഇവിടെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്. ആ 8 വർഷമായ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോടുള്ള വലിയ അതൃപ്തി പ്രകടിപ്പിക്കുമ്പോൾ തന്നെ CA പോലുള്ള, മണിപ്പൂർ പോലുള്ള ഇന്ന് രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ സേഫ് അല്ല എന്നുള്ള കേന്ദ്ര വിരുദ്ധ തരംഗവും ആഞ്ഞടിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അത് ദേശീയ അടിസ്ഥാനത്തിൽ ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസ് മാത്രമാണ് അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു മുന്നണി. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഞങ്ങൾക്ക് അനുകൂലമായ വോട്ടുകളായി മാറുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.